അനുഗ്രഹീത പ്രതിഭ ടി.എ. ഷാഹിദ് തിരക്കഥ എഴുതിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തിരക്കഥയായിരുന്ന പ്രവാസ ലോകമെന്ന മിനി സിനിമയുടെ ഖത്തറിലെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ബഹുമാന്യരെയും ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ലളിതമായ ഒരു പ്രകാശന ചടങ്ങ്, അതിനുശേഷം ചിത്രത്തിൻ്റെ പ്രദർശനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ മുഖ്യ പ്രായോജകരായ ലിഷർ ഗ്രൂപ്പിൻ്റെ MD മിസ്റ്റർ നസീർ ഉസ്മാൻ, ഡോക്ടർ MP ഷാഫി ഹാജി, മിസ്റ്റർ ജോസ് ഫിലിപ്പ്, ഖത്തർ സ്റ്റാർസിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ കബീർ. പ്രകാശനത്തിന് മുമ്പ് ടി.എ. ഷാഹിദിൻ്റെ രചനകളെക്കുറിച്ച് ഒരുപക്ഷെ അദ്ദേഹവുമായി വളരെ അടുത്ത് ബന്ധമുള്ള, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളോടൊപ്പം പലപ്പോഴും സഞ്ചരിച്ച MT നിലമ്പൂർ അതിനെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായും ഊന്നി പറയാനും അവതരിപ്പിക്കാനും ആഗ്രഹിച്ചൊരു സന്ദേശം, വളരെ അനുഗ്രഹീതനായ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ കർമ്മപദങ്ങളിൽ സംഭവിച്ച ചില തെറ്റായ ശീലങ്ങൾ, ആ പ്രതിഭയെ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ട ഒരു സന്ദേശം ഈ തലമുറക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കല ആസ്വദിക്കുന്നവർക്കൊക്കെ ഒരു വലിയ സന്ദേശമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ സന്ദേശം ഈ ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പ്രത്യേകം ഒരു ഉത്ബോധനമായി മാറും എന്ന് ഞങ്ങൾ ആശിക്കുന്നു. എന്തായാലും ടി.എ. ഷാഹിദിൻ്റെ രചനകളിലൂടെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ MT നിലമ്പൂർ ആദ്യമായി സംസാരിക്കും. പ്രിയപ്പെട്ട അമാനുള്ള ഷാഫി ഹാജി, അബ്ദുള്ളക്കുട്ടി, ഈ രണ്ട് വ്യക്തികളെയും ഞാൻ പ്രത്യേകം പറയാൻ കാരണം മറ്റൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാണ്, ഒരുപാട് കാലമായി കാണുന്നവരാണ്, സഹോദരങ്ങളാണ്, സഹോദരികളാണ്. പക്ഷെ ഇവരെ കാണുമ്പോഴാണ് ഒരു കാലത്തെ ഞാൻ തിരിച്ചു പിടിക്കുന്നത്. ഈ രണ്ട് വ്യക്തികളെയും ദോഹയുടെ ഒളി ക്യാമറകളും തിരക്കൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ദോഹയുടെ ഒരു കാലം എനിക്ക് ഈ രണ്ട് വ്യക്തികളിലൂടെ, അപ്പോൾ അതൊരു വലിയ സൗഹൃദത്തിൻ്റെ ഒരു ഇതാണ്. ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നാം ഒരു കാലത്തിലേക്ക് സഞ്ചരിക്കുക എന്നത്, ഇപ്പോൾ ഷാഹിദും ഒരു സുഹൃത്താണ്, മാനുള്ള പറഞ്ഞ പോലെ അത് വേറൊരു വേദനിപ്പിക്കുന്ന സുഹൃത്താണ്. പക്ഷേ ഈ രണ്ട് സുഹൃത്തുക്കളും ആഹ്ലാദം തരുകയും ഓർമ്മകളുടെ ഒരു എനർജി ഉണ്ടാക്കുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ടായി. അതുകൂടെ അത് ഞാൻ പറയുന്നു. കാരണം ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് സമ്പത്തിനേക്കാളും വലുത്, മറ്റ് പ്രതാപത്തെക്കാളും വലുത് ഇത്തരം സാന്നിധ്യങ്ങളാണ്. സ്നേഹ സാന്നിധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ വൈകാരിക തലം, അതൊരു വലിയ വലിയ ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യമാണ്. അമൃത പറഞ്ഞ പോലെ തന്നെ ടി.എ. ഷാഹിദ് ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാലച്ച മിംസ് ഹോസ്പിറ്റലിൽ കടന്നു വരുന്നുണ്ട് എന്നറിയുമ്പോഴും അദ്ദേഹം ഞങ്ങളൊക്കെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാത്രി ഞാൻ തിരിച്ചു പോരുന്ന സമയത്താണ് ഫോൺ കോൾ വരുന്നത്. സഗീറിൻ്റെ അദ്ദേഹം പോയി, നമ്മുടെ ഷാഹിദ് പോയി എന്ന ഒരു ഓർമ്മ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ ഓർമ്മയിലാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികം ഉണ്ടായത്. അപ്പോൾ ആ ഓർമ്മയിൽ ഞാൻ ഒരു ലേഖനം, ഒരു അനുസ്മരണ കുറിപ്പ് എഴുതി. അപ്പോൾ സന്ദർഭോചിതമായി ഇപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറത്ത് ഓർത്തെടുത്ത് പറയുമ്പോൾ പലതും നമുക്ക് മിസ്സാവും. ഞാനൊരു പ്രാസംഗികനല്ല, അപ്പോൾ എഴുതിയ സാധനം ഞാനൊന്ന് വായിക്കുക. അതിപ്പോൾ എൻ്റെ ഒരു സൃഷ്ടി ഇവിടെ അവതരിപ്പിക്കുക എന്ന രീതിയിൽ കാണരുത്. ഒരു സുഹൃത്ത്, ഒരു മനുഷ്യൻ, ഇപ്പം അമാനുള്ള പറഞ്ഞപ്പോൾ ഒരു കലാകാരൻ ആരായിരുന്നു, മലപ്പുറം ജില്ലയിലെ ഏറനാടിലെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പിറക്കുകയും ആ ജീവിതത്തിൽ നിന്ന് നേരെ കടന്നു പോവുകയും സിനിമാ രംഗത്ത് ഉയരങ്ങൾ
കീഴടക്കുകയും ചെയ്ത ഒരു വ്യക്തി. അദ്ദേഹം തന്നെ പറയായിരുന്നു, ഈ സിനിമ ഇല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ ബസ് സ്റ്റാൻഡിൽ പിന്നെ കോഴിക്കോട്, കണ്ണൂർ, വടകര, മഞ്ചേരി, മലപ്പുറം എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് ആകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും വളരെ സിൻസിയറായ ഒരു മനുഷ്യൻ, വളരെ ശുദ്ധനായ ജീവിതത്തെ നോക്കിക്കണ്ടൊരു മനുഷ്യനായിരുന്നു. അപ്പം ഈ ശുദ്ധത തന്നെയാണ് സിനിമാ ലോകത്ത് പിന്നെ എല്ലാ കലാകാരും വളരെ സൗഹൃദത്തിൽ വീണു പോകുന്നത്. അതുകൊണ്ടാണ് മധ്യ സാഹസികളിൽ കേരളം നമ്മുടെയൊക്കെ വളരെ ജൂനിയർ ആകുമ്പോൾ ഒരു 41-ാം വയസ്സിൽ തന്നെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. അപ്പം ഞാനത് ആ ഒരു കുറിപ്പ് ഒന്ന് വായിക്കുകയാണ്. അത് വായിക്കുമ്പോൾ ശരിക്കും ആ ക്യാരക്ടർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. പറഞ്ഞു വരുമ്പോൾ അവ്യക്തമാവേണ്ട എന്ന അർത്ഥത്തിൽ ഇപ്പോൾ സമീപകാലത്ത് എഴുതിയതുകൊണ്ടാണ് എനിക്കിങ്ങനെ വിളിച്ചപ്പോൾ ഇതായിരിക്കാം കുറെ കൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പ്രസംഗത്തെ കുറിച്ച് ഒരു ഒരു വ്യക്തിയെ നാം പരിചയപ്പെടുത്തുകയാണല്ലോ. അപ്പോൾ ഏറ്റവും ഉചിതം ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മീസാൻ കല്ലുകൾക്കരികെ അവനിപ്പോഴും പാടുന്നുണ്ട്. എൻ്റെ ഒരു യാത്രയിൽ ഉണ്ടായ അനുഭവമാണ്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു, പാട്ട് എഴുത്തുകാരനായിരുന്നു, ചരിത്രകാരനായിരുന്നു, അഭിനേതാവായിരുന്നു, ഇതെല്ലാമായിരുന്നു. അവസാനം അദ്ദേഹം എഴുതിയൊരു ഗാനമാണ് എ പി ഉദയഭാനു പാടുന്ന ഒരു പാട്ട്. ഏതോ സിനിമ എനിക്ക് ഓർമ്മയില്ല, ഉണ്ടായിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നിന്നുള്ള മടക്കി യാത്രയിലായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. വീടെത്താൻ ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യണം. കവലകൾ ഓരോന്നായി പിന്നിടുമ്പോൾ ശബ്ദങ്ങളും വെളിച്ചവും മറഞ്ഞുകൊണ്ടിരുന്നു. മുന്നിൽ ആകാശത്തെ ഇപ്പോൾ തൊടാം എന്ന മട്ടിൽ നീണ്ടുകിടക്കുന്ന മണൽപ്പാതകൾ. വഴിയോരത്ത് തെരുവിളക്കിൻ്റെ നേർത്ത പ്രകാശം. ചില സ്ഥലങ്ങളിൽ ബൾബ് ഓഫാണ്. ഇരുട്ട് മാത്രം. ഈ രാക്കനവിലൂടെയാണ് ഒട്ടാക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചു കിടക്കാനെത്തുക. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. യാത്രയുടെ മടുപ്പും മൗനവും മാറ്റാൻ അല്പം ഗസൽ പാട്ടുകൾ കേൾക്കാം. ഇനിയില്ല എന്നൊരു തീരാത്ത നൊമ്പരം. കണ്ണീര് പെയ്യുന്നൊരു ഓർമ്മ, നീയെന്നൊരോർമ്മ. ടി എ ഷാഹിദ് വിഷാദമധുരമായി പാടുന്നു. വി പി ഷൗക്കത്തലിയുടെ വരികൾക്ക് മോഹ്സിൻ കുരിക്കൽ ഈണം നൽകിയ മലയാളത്തിലെ മാമ്പൂമണമുള്ള ഗസൽ ആൽബമായ ഷർറാദലിലെ ഗാനമാണിത്. പ്രശസ്ത ഗായിക മഞ്ജരി പാടിയ ഒരിക്കൽ പറഞ്ഞു നീ അറിയില്ല എന്നെ എന്ന ഗാനം ഷാഹിദ് രചിച്ചതാണ്. തിരക്കഥാകൃത്തായി പ്രശസ്തനായ ടി എ ഷാഹിദ് മരിച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഒരിക്കൽ കൂടി പാടാനും സിനിമാ കഥ പറയാനും ഏറനാടൻ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഇടർച്ചകളിൽ നിന്ന് ആരെയും ചിരിപ്പിക്കുന്ന തമാശകൾ മെനഞ്ഞെടുക്കാനും കഴിവുള്ള സ്വറപറച്ചിലുകാരനായ ഷാഹിദ് ഇനിയില്ല എന്ന ഓർമ്മയാണ് ഈ വാക്കുകളിലൊരു നനവ് പടർത്തുന്നത്. കണ്ടുകൊണ്ടിരിക്കെ നിശ്ചലമായി പോയ 2.5 മണിക്കൂറിൽ അവസാനിച്ച സിനിമ പോലെ ആരോടും പരിഭവമില്ലാതെ ഷാഹിദ് അദ്ദേഹത്തിൻ്റെ മുഴുനീള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവന്റെ പ്രൊജക്ടർ ഒരു മൂവന്തിക്ക് നിലക്കുകയായിരുന്നു. പാടിയും പറഞ്ഞു, ചിരിച്ചും ചിരിപ്പിച്ചും ഒടുവിൽ വെള്ളത്തിരശ്ശീലയിൽ ശൂന്യത മാത്രം ബാക്കിയാക്കി അവൻ പോയി. കാലമെന്ന കൺകെട്ടുകാരനായ മഹാകാതികൻ കണ്ടുകൊണ്ടിരിക്കെ കൺവെട്ടത്തിൽ നിന്നും ആരെയൊക്കെയാണ് അപ്രത്യക്ഷമാക്കുന്നതും പിന്നെ അരങ്ങിലെത്തിക്കുന്നതും. ഷാഹിദിൻ്റെ ജീവിതം അതിന് നല്ല ഉദാഹരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുമിപ്പിക്കാത്ത തിരക്കഥയിൽ അകാല വിയോഗം എന്ന സീൻ ആരാണ് എഴുതി ചേർന്നത്? ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഇല്ലായിരുന്നെങ്കിൽ ആ കഥ ശുഭപര്യവസാനിയായി തീരുമായിരുന്നു. സുഹൃത്ത് സഗീർ മുമ്പ് എഴുതിയ അനുസ്മരണ കുറിപ്പ് പോലെ, തിരക്കിട്ടെഴുതിയ തിരക്കഥ പോലെയായിരുന്നു ആ ജീവിതം. എല്ലാം വളരെ പെട്ടെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ സ്വപ്നങ്ങളുമായി മഞ്ചേരിയിലെ മെലോഡിയ മ്യൂസിക് സ്കൂളിൽ ഷാഹിദ് എത്തുമ്പോൾ ആർക്കും പിരിയാൻ പറ്റാത്ത പ്രിയമിത്രമായിരുന്നു. സരസമായ വർത്തമാനം, നിർദോഷമായ ഫലിതങ്ങൾ, മേലാക്കത്തെ ബൈപ്പാസ് റോഡിലെ തട്ടുകടയിലെ ഭക്ഷണം, മെലോഡിയ മ്യൂസിക്സിലെ അന്തിയുറക്കം. ചെറിയ ചെറിയ ആവശ്യങ്ങളുമായി അലഞ്ഞു തിരിഞ്ഞിരുന്ന സൗമ്യനായ ചെറുപ്പക്കാരനെ ഒരു പിൻവിളി പൊടുന്നനെ വേഷപ്രച്ഛന്നനായി കൊണ്ടോട്ടിയിലെയും മഞ്ചേരിയിലെയും സുഹൃത്തുക്കളെ അമ്പരിപ്പിച്ചുകൊണ്ട് സിനിമ എന്ന മായാമോഹിനി ഷാഹിദിനെ ആശ്ലേഷിക്കുകയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിലെ മുൻനിര നായക നടന്മാരുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തായി അദ്ദേഹം ഫിലിം ഇൻഡസ്ട്രിയുടെ നിഷേധിക്കാനാവാത്ത ഭാഗമാകുകയായിരുന്നു. മോഹൻലാൽ ചിത്രമായ ബാലേട്ടനിലും നാട്ടുരാജാവും മാമ്പഴക്കാലവും അലിബായും മമ്മൂട്ടിയുടെ രാജമാണിക്യവും കലാഭവൻ മണിയുടെ മത്സരവും ബെൻ ജോൺസണും പൃഥ്വിരാജിൻ്റെ കാക്കിയും തിയേറ്ററുകളുടെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ പ്രായത്തിൽ ജൂനിയറായ ഷാഹിദ് ഞങ്ങളെയൊക്കെ കൈപ്പിടി വിട്ട് ഉയരങ്ങളിലേക്ക് ചിറകുവരുത്തുകയായിരുന്നു. 10 വർഷം 2002 മുതൽ 2012 വരെ 10 സിനിമകൾ രചിച്ച് അവസാനം ദൃശ്യവിധാനത്തിൽ തമോഗർത്തം ബാക്കിയാക്കി പ്രഭമങ്ങിയ കുഞ്ഞു നക്ഷത്രമായി പൊലിഞ്ഞു വീഴുകയായിരുന്നു. തൻ്റെ ഇളം മനസ്സിൽ 1000 ദൃശ്യമനോഹാരിതകൾ വിരിയിച്ച കൊണ്ടോട്ടി തുറക്കിലെ ജൈവ പശിമയുള്ള മണ്ണിലേക്കാണ് പൊഴിഞ്ഞു വീണത്. ലഹരി പൂത്ത സൗഹൃദത്തിൻ്റെ
പാതിരാക്കനവിലിരുന്ന് എഴുതാക്കഥകളുടെ ദൃശ്യസാന്ദ്രമായ സാഗര ഗരിമ പറഞ്ഞും അനുഭവിച്ചും പ്രിയങ്ങളൊക്കെ മദ്യത്തിന് പകുത്തുകൊടുത്തു ഷൗക്കത്തലിയുടെ വരികൾ പോലെ ആഴമുള്ള ഒരു ഓർമ്മയായി മാറി. കാർമേഘം പോലെയുള്ള ഒരച്ഛൻ്റെയും നെടുമുടി വേണു എടുത്ത റോളാണ് ബാലേട്ടനിലെ. തെളിമാനം പോലെയുള്ള മകൻ്റെയും മോഹൻലാൽ. കഥ പറഞ്ഞ ഷാഹിദ്, ബാലേട്ടൻ എന്ന സിനിമയിലൂടെ കഥ പറഞ്ഞ ഷാഹിദ്, ബെല്ലാരിയിലെ പോത്തുകച്ചവടക്കാരൻ മമ്മൂട്ടി അഭിനയിച്ച രാജമാണിക്യം, പാറശാല സ്ലാങ്ങിൽ സംസാരിക്കുന്ന രാജമാണിക്യം, കുപ്പിക്കണ്ടം ഹംസ, കലാഭൻ മണി, ദിലീപ് ഇരട്ടവേഷത്തിൽ അഭിനയിച്ച പച്ചക്കുതിര, ഇത്തരം സിനിമാ ഭൂമികയിൽ അനാഥമാക്കി അയാൾ മറയുകയായിരുന്നു. സിനിമ എന്ന കാന്തവിളക്കിന് നേരെ കുഞ്ഞിച്ചിറകുകൾ വരുത്തി പറന്നെടുത്ത് ഇരിഞ്ഞൊടുങ്ങിയ ജന്മങ്ങൾ ചലച്ചിത്രകലയുടെ ചരിത്രത്തിൻ്റെ ആവർത്തനമായിരുന്നു. കുടിച്ചു മരിച്ചുപോയ പ്രതിഭകളുടെ ഉറ്റവരും ഉടയവരും ഓരോ രാപ്പകലുകളിലും വിലപിക്കുന്നുണ്ടാവും. സിനിമ എൻ്റെ മകനെ കൊണ്ടുപോയി, സിനിമ എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാതാക്കി, സിനിമ എന്നെ വിധവയാക്കി. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയേൽ വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രം ഒരുക്കാൻ കുടുംബസ്വത്തായ 100 ഏക്കർ പറമ്പും ദന്തഡോക്ടറുടെ നിത്യവരുമാനവുമാണ് നഷ്ടപ്പെടുത്തിയത്. സിനിമ ഒരു വൻ വ്യവസായമായി വളർന്നപ്പോൾ ഭാഷയും സാഹിത്യത്തിനും മികച്ച രചനകൾ സംഭാവന ചെയ്ത നിരവധി പ്രതിഭകളെ കിട്ടിയിരുന്നു. കനത്ത ശൂന്യത ബാക്കിവെച്ച് അവരിൽ പലരും അകാലത്തിൽ പൊലിഞ്ഞുപോയിരുന്നു. പ്രളയഭഗവതിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഗമേ കാലമേ എന്ന് പാടിയ മലയാളത്തിൻ്റെ വലിയ കവിയായ വയലാർ രാമവർമ്മ, അപാരസുന്ദര നീലാകാശം, അനന്തതേനിയും മഹാസമുദ്രം എന്നെഴുതിയ പി. ഭാസ്കരൻ, ഹൃദയരാഗങ്ങളുടെ പാദുഷയായ ബാബുരാജ്, ജോൺ അബ്രഹാം, ഭരതൻ, കവി ഗിരീഷ് പുത്തഞ്ചേരി, നടൻ എൻ. ജി. സോമൻ, സുകുമാരൻ, ഇങ്ങനെ ഒരുപാട് നല്ല കലാകാരന്മാർ നമുക്ക് വേദനിപ്പിക്കുന്ന ഓർമ്മയാണ് തന്നത് മദ്യത്തിലൂടെ. അടുപ്പമുള്ളവരുടെ മരണത്തിന് സാക്ഷിയാകുമ്പോൾ ഒരു ആത്മവിചാരണയ്ക്ക് തോന്നുന്നു. ഉപജീവനത്തിനായി ചെയ്യുന്ന ഒരു തൊഴിൽ പോലെ എന്തുകൊണ്ട് ഇവർക്കാർക്കും സിനിമയെ സമീപിക്കാനായില്ല? എല്ലാവരും ഒരു ബാനറിന് കീഴിൽ, നിർമ്മാതാവ് എന്ന മുതലാളിക്ക് കീഴിൽ റേറ്റ് പറഞ്ഞുറപ്പിച്ച് കരാർ പണികൾ ചെയ്യുന്ന തൊഴിലാളികൾ മാത്രം. യുക്തിബോധം കൊണ്ട് ഇങ്ങനെ നിരീക്ഷിക്കാമെങ്കിലും കായികക്ഷമതയല്ല ചലച്ചിത്രകാരൻ്റെ കൈമുതൽ, വൈകാരികക്ഷമതയും സൃഷ്ടിപരതയുമാണ്. അതുതന്നെയാണ് വലിയ പ്രശ്നമാകുന്നതും. സിനിമയുടെ ആവിഷ്കാരതലം വന്യമാണ്. കോടികളുടെ മുടക്കുമുതൽ, വമ്പൻ സ്രാവുകൾ ഒളിച്ചിരിക്കുന്ന ആഴക്കടൽ, ഒരു സിനിമയുടെ പൂർത്തീകരണം, റിലീസിംഗ്, ഇതൊക്കെ വലിയ ടെൻഷനാണ്. ഒരു ഗാനത്തിൻ്റെ രചനാ സിറ്റുവേഷൻ, തിയേറ്ററിനെ ധരിപ്പിക്കുന്ന നായകൻ്റെ പഞ്ചിങ് ഡയലോഗ്, നിർമ്മാതാവിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പിൽ ആദ്യനായ കലാകാരൻ മൃദുവികാരങ്ങളോടൊത്ത് മാത്രം സഹശയനം നടത്തുന്ന കവിയോ കഥാകൃത്തോ വിഷമവൃത്തത്തിലാവുന്നു. സംഘർഷം കുറയ്ക്കാൻ മദ്യം എനർജിയാകുന്നു. ഭാവനയുടെ നീലാകാശ യാത്ര പതിവാകുന്നു. പിന്നെ അത് ശീലമാകുന്നു. ആദ്യ സ്ട്രോക്കിങ്ങിൽ വീണ്ടും വിചാരത്തോടെ നെഞ്ചൊഴിഞ്ഞ് ഖിന്നനാവുമ്പോഴും മദ്യമോഹിനി പിടിവിടുന്നില്ല. കലയുടെ ഓരോ നവീനമായ ആവിഷ്കാരങ്ങൾക്ക് പിന്നിലും കലാകാരൻ്റെ മൂകമായ മരണം ആരും അറിയാതെ പോകുന്നു. സർഗാത്മക സന്ധികളിലെ നീതിയും സത്യവും തൊടുമ്പോൾ എല്ലാം ആപേക്ഷിക സംജ്ഞകളായി തോന്നുന്നു. ഷാഹിദും ഇത്തരം വലിയിടത്തിലെ പാവം ഇരയായിപ്പോയി എന്ന് മാത്രം. മോയിൻകുട്ടി വൈദ്യർ കാവ്യ ഇതിഹാസം രചിച്ച കൊണ്ടോട്ടിയാണ് ഷാഹിദിൻ്റെ ജന്മനാട്. പക്ഷേ കൊണ്ടോട്ടിക്കാർക്ക് ഷാഹിദ് ആരായിരുന്നു? അവിടെ അയാൾ അരികു ചേർന്ന് നടന്ന ഒരു യാത്രക്കാരൻ, വേവുന്ന വേനൽ ചൂടിൽ കിതപ്പകറ്റാൻ ഉമ്മ എന്ന തണൽ മരം തേടിയെത്തുന്ന ഒരു വഴിപോക്കൻ. ജന്മനാടിൻ്റെ ഗ്രാമ്യ മനസ്സിന് ഒരു കലാകാരൻ്റെ നോവും നൊമ്പരവും തിരിച്ചറിയാനായില്ല. സിനിമയുടെ ജീവിതത്തിലും ഷാഹിദ് തിരഞ്ഞെടുത്ത വേറിട്ട വഴി ഉൾക്കൊള്ളാനായില്ല. ഇവിടെ ഓരോ വ്യക്തിയും ഓരോരോ താല്പര്യങ്ങളുടെ തടവറകളാണ്. ഓരോരുത്തരുടെയും ജനനവും മരണവും ജീവിതവും അതിജീവനത്തിൻ്റെ അരങ്ങും സിട്ടാവിൻ്റെ അന്തിമ വിധിയിൽ അധിഷ്ഠിതമാണ് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് കൊണ്ടോട്ടിക്കാരനായ ടി. എ. ഷാഹിദിന് കോഴിക്കോട് കണ്ണംപറമ്പ് കബറിടം ഒരുക്കിയത്. ആശുപത്രിയുടെ ഇടനാഴിയിൽ എവിടെയോ മരണത്തിൻ്റെ പതിഞ്ഞ കാലച്ച് കേൾക്കുമ്പോഴും ഞങ്ങളെ ഒരു മൂവന്തി നേരത്ത് ആശുപത്രി കിടക്കയിൽ ഇരുത്തി ഏറെ നേരം തമാശ പറഞ്ഞ് ചിരിപ്പിച്ചു. ഒരിക്കൽ കൂടി മഞ്ചേരിയിലെ പഴയ പൂക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടത്തിലുള്ള കവി സുഹൃത്തായ അലവിക്കുട്ടിയെ നോക്കി ഇഞ്ചക്ഷൻ എടുത്ത് തടിച്ചു വീർത്ത പൊക്കിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അലവിക്കുട്ടി, ഇത് ഡയറക്ടർ പ്രിയദർശൻ്റെ കണ്ണ് അടിച്ചു മാറ്റിയതാണ് ഞാൻ. അടിമുടി പൂത്തു നിൽക്കുന്ന നർമ്മത്തിൻ്റെ പൂമരത്തിലെ വിഷക്കനിയായിരുന്നോ ഷാഹിദിനെ കടുത്ത കരൾ രോഗം സമ്മാനിച്ചത്? ഒരുപാട് ചോദ്യങ്ങളും അതിനൊന്നും ചീർച്ചയില്ലാത്ത ഉത്തരങ്ങളും തന്ന് ഷാഹിദ് എങ്ങോട്ടാണ് ഞങ്ങളെയൊക്കെ കബളിപ്പിച്ച് പോയി മറഞ്ഞത്? നന്ദി MT. വളരെ വിശദമായി ഷാഹിദിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര MT നടത്തി. ഒരുപക്ഷെ ടി. എ. ഷാഹിദിൻ്റെ ഏക മിനി സിനിമയായിരിക്കും പ്രവാസലോകം.
അതുകൊണ്ട് തന്നെയാണ് പ്രവാസഭൂമിയിൽ ഇത് റിലീസ് ചെയ്യണമെന്ന് മീഡിയ പ്ലസ് ആഗ്രഹിച്ചത്. ഇനി സംസാരങ്ങൾ ദീർഘിപ്പിക്കാതെ നമുക്ക് ഇതിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം.